ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, വേറെ ഒന്നല്ല, ഞങ്ങൾ മുന്നത്തെ വീട്ടിലൊരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ കമന്റ് വരും. അതായത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണമെന്നില്ല, ഞങ്ങൾക്കറിയാം ഞങ്ങളെ വീടിന്റെ മുന്നിൽ പണി നടക്കുന്നത്. അല്ല, അവിടെ നിന്ന് ഒരു കമന്റ് വന്നു, നിങ്ങൾ പണി എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വേണമെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് തരാന്നുള്ളത് ശാസ്ത്രികാക്ക് പോയി പറയുന്നില്ല, ഒന്ന് ഓഫ് ചെയ്യാൻ. ഓരവിടെ പണി എടുത്തോട്ടെ, ഒരു പിന്നെ പണി എടുക്കണ്ടേ. എല്ലാവരും പറഞ്ഞൊക്കെ കമന്റ് എടുക്കുന്നത് കരാർ എടുക്കുന്ന പണിക്കാരെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വേണമെങ്കിൽ അത് ഓഫ് ചെയ്ത് തരാം. അതല്ല ടോപ്പിക്ക് മാറി, നമ്മളെ ടോപ്പിക്ക് പറയും. ടോപ്പിക്ക് അതൊന്നല്ല, ഞാൻ ആദ്യം മുന്നേ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സിൻ്റെ ന്യൂ കളക്ഷൻസിൻ്റെ വീഡിയോ ആണ്. അതെ, പിന്നെ ഞങ്ങള് അതായത് ക്യാപ്ഷനിൽ കണ്ടില്ല, തമ്പിലിൽ കണ്ടില്ല, ആ കാര്യത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ, അതിനെ പറ്റിയാണ് സംസാരിക്കാനുണ്ട്. ആദ്യം നമ്മളെ ഡ്രസ്സിനെ പറ്റി സംസാരിച്ചതിന് ശേഷം നമ്മൾ ആ കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ഡ്രസ്സിൽ ഇപ്പോൾ ഇന്ന് കുറച്ച് മോഡൽസ് വന്നിരിക്കുന്നു, ഒക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റ്, സൽവാർ സെറ്റ് ആണ്, ഉണ്ട്, പിന്നെ ഗൗൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ കാണിച്ചതിനൊക്കെ ഏകദേശം എല്ലാ മോഡൽസും സോൾഡ് ഔട്ട് ആയി, ഇനി കുറച്ച് പീസും കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ പുതിയൊരു പേജ് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലാമിഫൈ ബോട്ടിക് എന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഞങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുക, അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. അപ്പോൾ അതിന് ഡയറക്റ്റ് വാട്സപ്പ് നമ്പർ കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനൊക്കെ പറ്റില്ല, അങ്ങനെയൊക്കെ സിസ്റ്റം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാ പേജ് ഒന്ന് എല്ലാവരും താഴെ കൊടുക്കുന്നത്, എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഓർഡർ ചെയ്യാനോ ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് പണ്ടല്ലേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതായത് ഇനിയും ജുബിയും ഫസ്റ്റ് ടൈം ഒരു ചാനലായിരുന്നല്ലോ, അപ്പൊ രണ്ടാളും ഇങ്ങനെ അറ്റൻഷനിൽ നിന്ന് പറയും, അങ്ങനെ ഒന്ന് പറയുമോ റിവ്യൂ? ഉണ്ട്, പറയില്ല. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ മോഡൽ സൽവാർ സെറ്റാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, യെല്ലോ കളർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അത് ഞാൻ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഭാവി ഞാനുള്ളൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ ചുരിദാർ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു സൽവാർ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി 3 കളേഴ്സ് ഏതാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു മെറൂൺ കളർ എടുക്കുക, ഡാർക്ക് മെറൂൺ അല്ലത്, അതെ. അപ്പോൾ ഈ മെറൂണ് എന്താ സീക്വൻസ് ആണ് വരുന്നത്, ഒരു എക്സൽ സൈസാണ്, എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സീക്വൻസ് വർക്കായിട്ടാണ്, ഫുൾ സീക്വൻസ് ആണ് വരുന്നത്, കണ്ടില്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. കൈയിൻ്റെ അവിടെയും നല്ല സീക്വൻസും വർക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ്, നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നുണ്ട്. ഞാൻ നല്ലോണം വെച്ചൊക്കെ തരുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പം ഫ്രണ്ടിലാണെങ്കിലും നല്ലൊരു റൗണ്ട് ഷേപ്പ് നെക്കാണ് വരുന്നത് കേട്ടോ. ബാക്കിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, സൈഡ് ഓപ്പൺ ഉള്ള സൽവാർ സെറ്റ് ആണ് കേട്ടോ. പിന്നെ ഷോള് നല്ല വീതിയുള്ള ഷോളാണ്, നല്ല വീതിയും അതേപോലെ നീളമൊക്കെ ഉള്ള ഷോളാണ്. കണ്ടോ, പണി തുടങ്ങി. അപ്പൊ അതെ, ഷോള് കണ്ടില്ല, നല്ല രസമുണ്ട് ഷോള് കാണാനൊക്കെ. രണ്ട് സൈഡിലും അതായത് ഈ വർക്ക് വരുന്നുണ്ട്, ഈ ഒരു സീക്വൻസ് വർക്ക് 2 സൈഡിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഷോൾ വരുന്നത്, നല്ല നീളവും ഉണ്ട്, അതേപോലെ പാൻ്റ് ആണെങ്കിലും അല്ല, സൽവാർ സൂട്ട് പോലുള്ള പാൻ്റാണ് കേട്ടോ, കണ്ടില്ലേ? സൽവാർ സൂട്ട് പോലുള്ള പാൻ്റാണ്. പാൻറ്റിൻ്റെ 1 സൈഡാണ് വർക്ക് വരുന്നത്, ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് സീക്വൻസ് വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 4 കളേഴ്സാണ്. ഒന്ന് ബ്ലാക്ക്, അതായത് ഒന്ന് യെല്ലോ, ഒന്ന് മെറൂണ്, അതേപോലെ ബ്ലാക്കും വരുന്നുണ്ട്, അതേപോലെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ. വൈറ്റ് പ്യുവർ വൈറ്റ് ആണ് വരുന്നത്, നല്ല ഇതൊക്കെ അതായത് സെറ്റ് ആക്കിയിട്ട് എടുക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഐറ്റം ഉണ്ട് കേട്ടോ നമ്മളെ കൈമേൽ. 4 അത്യാവശ്യം. അപ്പോൾ കല്യാണം അല്ലാത്തൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ ഒരേ സെയിം കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അയച്ചു തരുന്നൊക്കെ. ഇപ്പോൾ ടോട്ടൽ ഇതിൻ്റെ 4 കളേഴ്സാണ്, യെല്ലോ, വൈറ്റ്, അതേപോലെ ബ്ലാക്ക്, മെറൂണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മോഡൽ ഇതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ ഇതൊരു സൽവാർ സെറ്റ് തന്നെ കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഷോളും നല്ല ഭംഗിയുള്ള ഷോളാണ്, പാൻറ്റൊക്കെ ഇട്ടാൽ അത്യാവശ്യം ഹെവി വർക്കുള്ള മോഡലാണ്. അപ്പോൾ ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സ് തന്നെ ബ്ലാക്ക്, അതേപോലെ നെവി ബ്ലൂ, അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ നെവി ബ്ലൂ ആണ് ഇത് കാണുന്നത്, നല്ല ഭംഗിയുണ്ട്. വി ഷേപ്പ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ലേസ് വർക്ക് എന്താ പറയുക, സീക്വൻസ് വർക്കൊക്കെ വരുന്നതാണ്. പിന്നെ എൻ്റെ കൈ ആണെങ്കിലും നല്ല ഭംഗിയുള്ള കൈ, അത്യാവശ്യം നീളമുണ്ട് കേട്ടോ, കൈക്ക് നീളമുള്ള കൈയാണ്. പിന്നെ സൈസ് വന്നിട്ട് ഒരു XXL സൈസ്, അതായത് XXL വരെ ഉള്ളവർക്ക്
ഉള്ളിൽ വരുന്ന ലൈനിങ് ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് വരുന്നതൊക്കെ. താഴെയുള്ള വർക്ക് ഇതാ നല്ല വർക്കും കാര്യങ്ങളാണ് താഴത്ത് വരുന്നത്. എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴത്ത് അത്യാവശ്യം നല്ല ലേസ് വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ സൈസ് വന്നിട്ട് ഷോളൊന്ന് കാണിച്ചുണ്ടോ? ആണ് ഇതിന്റെ ഷോൾ ഞാൻ മടക്കി വെച്ചതാട്ടോ. ഷോള് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ലേസ് വർക്കൊക്കെ ആയിട്ട് ചെണ്ടാണ് താഴത്തെ ചെണ്ട് വർക്ക് വരുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ്. നല്ല നീളവും വീതിയും ഒക്കെ ആയിട്ടുള്ള സൈഡ് ഓപ്പൺ ഉണ്ട്. ചുരിദാറിന് സൈഡ് ഓപ്പൺ പിന്നെ സൈസ് വന്നിട്ട് ഡബിൾ എക്സ് ആണ്. ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ പാന്റും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാന്റ് നല്ല പാന്റാണ്. പാന്റിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇത്ര ആൾക്കാർ പറഞ്ഞു പാന്റിന് ലൈനിങ് ഉണ്ടോന്ന്. പാന്റിന് ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു പാന്റ് തന്നെയാണ് കേട്ടോ. രണ്ട് ഭാഗത്തും ലേസ് വർക്ക് വരുന്നുള്ള ഒരു പാന്റാണ്. കണ്ടില്ല, രണ്ട് ഭാഗത്തും ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ബാക്കി രണ്ട് കളേഴ്സ് ഏതാന്ന് വെച്ചാൽ ഒന്ന് ഒരു മെറൂൺ കളറാണ്, അതേപോലെ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. കാരണം പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പൊ ഇതിന് ഫുൾ സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കല്യാണത്തിനൊക്കെ പോകുന്നവർക്ക് ഒരേ കോഡ് ഡ്രസ് ആക്കുന്ന കളേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മൂന്നാമത്തെ മോഡല്. ഒരു ചുരിദാർ സെറ്റ് തന്നെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്ലോത്ത് ആണ് കേട്ടോ. അത് കാരണം ഇട്ടാൽ നല്ലൊരു കംഫർട്ട് തോന്നുന്നുണ്ട്, നല്ല തണുപ്പൊക്കെ തോന്നുന്നു. നല്ലൊരു ക്ലോത്ത് ആണ്. അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. കൈക്കൊക്കെ കണ്ടില്ല. എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും നല്ല ഒരു വീനെക്കാണ് വരുന്നത്. കണ്ടില്ല, ഇവിടെയൊക്കെ സീക്വൻസും അതേപോലെ സ്റ്റോൺ വർക്ക് പിടിപ്പിച്ച സ്റ്റോൺ വർക്ക് കേട്ടോ. കല്ലല്ല അത് വരുന്നത്. പിന്നെ ഷോൾമേൽ വൺ സൈഡ് വർക്കാണ് കേട്ടോ വരുന്നത്. കണ്ടില്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതില് 4 കളേഴ്സ് ഉണ്ട്. അതിപ്പോ ഇതിന്റെ നെക്സ്റ്റ് കളറാണ് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ടത് ഒരു മെറൂൺ കളറാണ്. ഇപ്പൊ ഇത് കാണിക്കുന്ന ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർപ്പിൾ കളർ. അപ്പൊ ഇതിന്റെ താഴത്തെ വർക്ക് എന്ന് പറഞ്ഞാല് കാണിച്ചിട്ട് ഇതാണ് താഴത്തെ വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. സൈഡ് ഓപ്പൺ ഉണ്ട്. എക്സൽ ആണ് വരുന്ന സൈസ്. എക്സൽ സൈസ് ആണ്. എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിന്റെ പാന്റ് വരുന്നത് നോർമൽ പാന്റ് ആണ് കേട്ടോ വരുന്നത്. വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ലൈനിങ് വരുന്ന ഒരു പാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പാന്റിന് വലിയ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ടൈപ്പ് പാന്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഷോൾ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഷോൾ, നീളവും വീതിയും ഒക്കെ ഉള്ള ഷോളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, നല്ല ഷോളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തും ഒരു ചെറിയൊരു ചെണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ള കളേഴ്സാണ് ഇതിലൊക്കെ വരുന്നത്. കണ്ടില്ലേ, പിന്നെ ലേസ് വർക്കാണ്. താഴത്തൊരു സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ടൊക്കെ വരുന്നു. കേൾക്കുകൊണ്ട് നല്ല സൗണ്ടാണ്. അവിടെയും വർക്ക് ഇവിടെയും വർക്ക്, ഫുൾ വർക്കാണ്. നല്ല സൗണ്ട് ഉണ്ടാവും. കേൾക്ക് ഒന്ന് ക്ഷമിക്കാം കേട്ടോ. പിന്നെ ഇതിന് ബാക്കി രണ്ട് കളേഴ്സ് വരുന്നത് ബ്ലാക്ക് വരുന്നുണ്ട്, നല്ലൊരു ഗ്രീന് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ചുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ വാട്സപ്പ് നമ്പർ അതേപോലെ ഇൻസ്റ്റാ നമ്പർ അക്കൗണ്ടൊക്കെ ഞങ്ങൾ താഴത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ മോഡൽ. അതെ, നമ്മുടെ 4ാമത്തെ മോഡലാണ്. ഇത് ഫുൾ ഹെവി വർക്ക് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ ഹെവി വർക്കാണ് ഇതിൽ വരിക. സ്റ്റോൺ വർക്കും അതേപോലെ സീക്വൻസും ഒക്കെ വരുന്ന നല്ലൊരു ഹെവി വർക്കായിട്ടുള്ള പാർട്ടി വെയർ സെറ്റ് കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സൽവാർ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിലും 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു കളറ്. ഇതൊരു പർപ്പിൾ തന്നെ, ഡാർക്ക് പർപ്പിൾ ആണല്ലേ കാണുന്നത്. ഒരു മെറൂൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മെറൂൺ പർപ്പിൾ ഒക്കെ ആയിട്ട് തോന്നുന്നത്. അതെ. അപ്പോൾ ഇതിന്റെ താഴത്ത് നല്ല വർക്കാണ് വരുന്നത്. താഴത്തും അതേപോലെ ഫ്രണ്ടിലൊക്കെ നല്ല വർക്കാണ് ഉണ്ടാകുന്നത്. പിടിച്ചു വലിക്കാതിരിക്കാൻ അങ്ങോട്ട്. അപ്പൊ കണ്ടില്ലേ, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ വരുന്നത്. സൈഡ് ഓപ്പൺ ഉള്ളതാണ്. അല്ലെങ്കിലേ സൗണ്ടോട് ഇവിടെ നിറഞ്ഞു നിൽക്കാറ്. അപ്പൊ ഇതിന്റെ നെക്ക് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പ്. അതപ്പോ ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത്. ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. പിന്നെ കൈ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. കൈയൊക്കെ കാണാൻ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളുണ്ട്. ഇത് താഴത്തെ വർക്കാണ് നല്ല ഭംഗി. ഇത് താഴത്തെ വർക്കാണ് നല്ല ഭംഗിയുള്ളത്. കണ്ടില്ല, നല്ലൊരു
ഇന്നൊരു വർക്കാണ് വരുന്നത്. അപ്പൊ ഇതിന് പാന്റ് ഏതാണെന്നും കൂടി നമുക്ക് ഇനി നോക്കട്ടോ. അപ്പൊ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അല്ല ഇതിന്റെ പാന്റ് കാണിച്ചു കൊടുത്തില്ല, ഷോളും കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ്, കണ്ടില്ലേ? ആശികാക്ക് ഇപ്പൊ തന്നെ പോവരും. അതാ അത്യാവശ്യം നല്ല വർക്കുള്ള ഷോളാണ്, നല്ല നീളമുണ്ട്, അതേപോലെ വീതിയൊക്കെ ഉള്ള ഷോളാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ പാൻറ് വന്നിട്ട് അതാ പാൻറ്റിൻ്റെ അടിയിലും നല്ല വർക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. അതാ പാൻറ്റിനും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള പാൻറ്റാണ്. പാൻറ്റിനും അതേപോലെ ലൈനിങ് വരുന്നുണ്ട്, രണ്ടിനും ലൈനിങ്, അതായത് ടോപ്പിനും പാൻറ്റിനൊക്കെ ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ബാക്കി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നൊരു ബ്ലാക്ക് ആണ് വരുന്നത്, പിന്നെ അതേപോലെ എന്താ പറയാ ഒരു പീക്കോ പച്ച, പീക്കോ ഗ്രീനും കൂടി വരുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മളെ ലാസ്റ്റ് മോഡലാണ്, അതൊരു ഗൗണാണ് ഗൈസ്, പാർട്ടി വെയർ ഗൗണാണ് കേട്ടോ. നമ്മളെ ലാസ്റ്റ് മോഡൽ 5ാമത്തെ മോഡൽ പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണാണ്. ഇതിലും 4 കളേഴ്സ് വരുന്നുണ്ട്, അടിപൊളി കളേഴ്സ് ആയിട്ട് വരുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല വർക്കും കാര്യങ്ങളായിട്ട് വരുന്നത്. അതേപോലെ ഷോളിനും നല്ല വർക്കുണ്ട്, ഒരു വൺ സൈഡ് നല്ല വർക്കുള്ള ഷോളാണ്. എൻ്റെ രണ്ടാമത്തെ സൈഡിൽ ചെറിയൊരു വർക്കാണ്, ലേസ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കളർ ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ വേറൊരു കളർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ മറ്റൊരു കളർ, അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളറാണ്. ഇതൊരു എന്താ പറയാ പീകോക്ക് ഗ്രീൻ പറയും, ഡാർക്ക് പീകോക്ക് ഗ്രീൻ ആണ് വരുന്നത്. നെവി ബ്ലൂ അല്ല കേട്ടോ വരുന്നത്. സൈസ് വരുന്നത് XL സൈസ് ആണ് വരുന്നത്, പക്ഷേ എങ്കിൽ ഡബിൾ XL ഒരു സൈസ് ആണ്, കാരണം എനിക്കിത് ലൂസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഡബിൾ XL നല്ല തടിയും മണ്ണവും നീളമൊക്കെ ഉള്ള 30 വയസ്സായ ഒരു യുവതിയാണ്. അപ്പൊ ഫർസോന് ഇത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സിന്റെ ഏകദേശം സൈസ് ഒരു ഡബിൾ XL ആണ്. ഇന്ത്യക്ക് സൈസ് ലൂസ് ആണെന്നാ ഞാൻ പറഞ്ഞത്, പൊട്ട. അപ്പൊ ഇതിന്റെ കൈ വന്നിട്ട് കണ്ടില്ല, നല്ല കിട്ടിയോ ഇല്ല ചോദിച്ചു, നല്ല സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു കൈയാണ് വരുന്നത്. അതേപോലെ ഇത് ഫുള്ള് ലൈനിങ് ആണ് കേട്ടോ, കൈക്ക് ലൈനിങ് ഉണ്ട്. അതേപോലെ ഈ ഗൗണിന് ഫുള്ളായിട്ട് വരുന്ന ലൈനിങ് ആണ്, നേലടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. പിന്നെ അതിന്റെ ബാക്കിലും അതേപോലെ ചുരുക്ക് ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇത് കണ്ടില്ലേ നല്ല വർക്കാണ് വരുന്നത്, താഴത്തേക്കാണെങ്കിലും നല്ല വർക്കും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന് പാന്റ് ഇല്ല, പാന്റ് ഇല്ലാത്ത ഗൗണാണ് വരുന്നത്. ഷോള് വരുന്നുണ്ട്, ഷോള് നല്ല സോറി അതിന്റെ ഷോള് ഞാൻ കാണിച്ചത്. ഇതാണ് ഷോള് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ വർക്ക് വരുന്ന ഹെവി വർക്കായിട്ട് വരുന്നത് വൺ സൈഡ് ഇതാണ് കേട്ടോ. അല്ല സോറി ഇതിന്റെ മച്ചായി പോയിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഷോള് വരുന്നത്, നല്ല ഭംഗിയുള്ള ഷോളാണ്, കണ്ടില്ല നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഷോളാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ, പാർട്ടി വെയർ ഗൗണാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി 2 കളേഴ്സ്, ഒന്ന് ബ്ലാക്കും അതേപോലെ ഒന്ന് ഒരു ഡാർക്ക് മെറൂണാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് റെഡാണ്, ഇതൊരു മെറൂൺ ടൈപ്പും വരുന്നുണ്ട്, അതേപോലെ ഒരു ബ്ലാക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ കളേഴ്സ് 4 കളേഴ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നമ്മളെ ഗ്ലാമിഫൈ അക്കൗണ്ടും കൂടി എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ബോട്ടിക്കുന്നാണ്. അപ്പോൾ ഇൻസ്റ്റ ID നമ്മൾ താഴെ മെൻഷൻ ചെയ്യാം. നേരെ ആയിഷുമ്മന്റെ അടുത്തേക്ക് പോകാം. നിങ്ങൾ കുറെ ആയി നിങ്ങൾ ഓരോരുത്തരും പല കാര്യം ചോദിക്കും. ഇതെന്താ അങ്ങനത്തെ എണ്ണൊക്കെ എത്ര എണ്ണ ഉണ്ട് ഒന്ന് എണ്ണട്ടെ. 1 2 3 4 പല്ല് രണ്ടാണ്. നിങ്ങൾക്ക് 32 പല്ലില്ല, അതേപോലെ എനിക്ക് 32 പല്ലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ ആയുസ്മ എന്നെ തരുന്നതായിരിക്കും. നമുക്ക് നേരെ ആയുസ്മന്റെ അടുത്തേക്ക്. അപ്പൊ നിങ്ങളെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ അതായത് കുറെ കമന്റ് ഇങ്ങനെ ഒരാളാട്ടോ, ഒരാളെ തന്നെയാണ് നമ്മള് പറയുന്നത്, വേറെ അല്ല ആരുമല്ല, ഒരാളെ തന്നെയാട്ടോ പറയുന്നത്. ആളെ പേര് എന്ന് വെച്ചാൽ ഫാത്തിമ, വേറെന്തോ ഒരു പേരും കൂടെ എന്തോന്നുണ്ട്, വേറെന്തോ ഒരു പേരും കൂടി ഉണ്ട്. അപ്പൊ ഷംനാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ആൾക്ക് ഭയങ്കര ഡൗട്ട്, നമ്മൾ ആയിസുമനെ നമ്മൾ പുറത്താക്കി ഏത് വീഡിയോ ഇടാണെങ്കിലും അതിന്റെ അടിയിൽ ആയിസുമനെ പുറത്താക്കിയോ എന്നാണ്. എന്തിനാണ് ആ കമന്റ് ഇടുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ആയിസുമൻ ഒരു വീഡിയോ പുറത്താക്കിയിട്ടപ്പോ കാറിലാണുള്ളത്. ആ മെയിൻ ആക്കി എന്തിന്റെ കേടാന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ആ എന്തിനാ അങ്ങനെ കമന്റ് ഇടുന്നത്, ആയിസുമൻ എന്തിനാ പുറത്താക്കി,
ഐസമ്മനെ കണ്ടില്ല, ഐസമ്മനെ പുറത്താക്കി, അല്ലെങ്കിൽ ഇന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അങ്ങനെയൊക്കെയാണ് കമന്റ് ഇടുന്നത്. അപ്പോൾ ഐസമ്മനെ പുറത്താക്കിയെന്നുള്ള, ഐസമ്മനെ പുറത്താക്കിയിട്ടൊന്നുമില്ല. ഐസമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടും പോകും, ഉമ്മ അങ്ങോട്ടൊക്കെ വരുമ്പോൾ അവിടെ വന്നാൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ നിന്നിട്ട് ഉമ്മ അങ്ങോട്ടും, കാരണം ഉമ്മക്ക് ചെറിയൊരു മോനും കൂടി ഉണ്ട്, മുല കൂടി മാറിയില്ല, ഒരു ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഓനിക്ക് വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് പോകും. ഓനാണ് ഇങ്ങോട്ടേക്ക് അങ്ങനെ വരത്തില്ല, ഓനിങ്ങനെ രാത്രിയാണ് ജോബ് കഴിഞ്ഞിട്ട് വരിക, പിന്നെ അവൻ നേരെ കൊടുവള്ളിയിലേക്ക് പോക്കാണ്, അവൻ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരത്തില്ല. അപ്പം ലീവുള്ള സമയത്ത് അവൻ വരുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഓനിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ഐസമ്മനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും എല്ലാരും അല്ല, ആ ഒരു ആള് മാത്രം ഇങ്ങനെ കമന്റോട് ഐസമ്മനെ പുറത്താക്കിയോ. നമുക്ക് എന്താ ഇതില് പറയാണ്ടോ? ഒന്നൊന്നും പറയല്ലേ. എന്താ ഒരു പെണ്ണ് ഇങ്ങനെ പറയാ ഐസമ്മനെ പുറത്താക്കിയോന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിൽ പറയും ഇന്നെ അവിടുന്ന് പുറത്താക്കിയോന്ന്. അത് പുറത്താക്കിയോന്നുള്ള കമന്റ് ആണ് ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കണ്. നിങ്ങളെ പുറത്താക്കിയോ ശരിക്കും? അതെ, ഐസമ്മൻ ആരും പുറത്താക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതാണ് ഒന്ന് ഐസമ്മനായിട്ടുള്ള അത്. നമ്മള് അമ്മ അധികം വരുമ്പോ നമ്മൾ അങ്ങനെ വീഡിയോസ് കുറവാണ് എടുക്കല്. ഇപ്പൊ വീഡിയോസ് നമ്മൾ അങ്ങനെ എടുക്കലില്ല, അതുകൊണ്ടാണ് അമ്മ അധികം അതിന്റെ ഷൂട്ടിംഗ് കൊണ്ട് ഉള്ളതിനെ കൊണ്ടാണ് ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത്, അതിനെ കൊണ്ടാണ്. അപ്പൊ അതാണ് അധികം ഉമ്മയെ ഒന്ന് വീഡിയോയില് വരാത്തത്. നമ്മളെ ഹെസ്ലി കുത്തിരിക്കണോ? ഹെസ്ലി ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത്? ഹെസ്ലി ഞങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടോ? പ്രതികരിക്കും. ഉമ്മനെ പുറത്താക്കിയല്ലേ പപ്പ പുറത്താക്കിയെന്നാ പറയണേന്ന്. അല്ല ഓനിതാ ബാക്കില് കുത്തിരിക്ക. ഐസു നമ്മള് തിരിച്ചു വരുമ്പോ നമ്മള് മുന്നിലോട്ട് ഇരിക്കുക. അമ്പ അതപ്പോ കാറിൽ എങ്ങോട്ടും പോകുന്നതല്ല, അതായത് ഞങ്ങള് വീട്ടിലാക്കാൻ പോവാണ്. ഇമ്മനെ പുറത്താക്കിയതൊന്നുമല്ല, നമുക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞതിനെ കൊണ്ട് അൻസിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്, അതിനെ കൊണ്ട് ഉമ്മ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഉമ്മ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ തന്നെ വരും കേട്ടോ, അത് വേറെ കാര്യം. അതപ്പോ നമ്മള് ഉമ്മനെ കൊണ്ടാക്കി. പിന്നെ ഉമ്മ കപ്പ പറിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നാളെ നാളത്തേക്ക് വേണ്ടിട്ട് കപ്പയും കൂടി പറിക്കാണ്ട് ഞങ്ങൾക്ക്. ഉമ്മ കപ്പ പറിച്ചരാന്നൊക്കെ പറഞ്ഞു. ചേമ്പൊക്കെ ചേമ്പും ചേനയൊക്കെ എവിടൊക്കെ പോയിക്കുക, അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് കപ്പയും കൂടി പറിച്ച് നമ്മള് തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ വരും. 2 ദിവസം കഴിഞ്ഞാൽ ഐസും നമ്മളെ അടുത്തേക്ക് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ കണ്ട ഡ്രസ്സൊക്കെ വേണ്ടിയൊരു നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 2-3 ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നമ്പർ തെറ്റായി പോയി പറഞ്ഞു. അതായത് 45 ഉള്ളവർക്ക് ലാസ്റ്റ് 46 പോയി കൊടുത്താൽ തെറ്റിപ്പോയി നമ്പർ, സോറി. അന്നപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ. എസ്ലി ടാറ്റാ. ഐസു ടാറ്റ എടുക്ക്. ഓന് പുറം കാഴ്ച കൊണ്ട് കുത്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ബൈ.